സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മുനമ്പം സമരസമിതിയിൽ ഭിന്നത. സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനം 5 പേർ മാത്രം ചേർന്ന് എടുത്തത് എന്നാണ് വിമതചേരി ആരോപിക്കുന്നത്. നാളെ മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും പ്രഖ്യാപിക്കുകയാണ് ഇവർ. മുനമ്പം തീരത്ത് താമസിക്കുന്ന ഏകദേശം 250ഓളം വരുന്ന കുടുംബങ്ങൾ കുഴിപ്പള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി കരമടച്ചു കഴിഞ്ഞു. പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി കുഴിപ്പള്ളി വില്ലേജിൽ ഹെൽപ്പ് ഡെസ്ക് തുറക്കാമെന്ന് മന്ത്രി പി രാജീവിൽ നിന്ന് ഭൂസംരക്ഷണ സമിതിക്ക് ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി കോർ കമ്മിറ്റി തീരുമാനിച്ചത്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. മുനമ്പത്ത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ നടത്തിയ സമരം അത് പിൻവലിക്കുകയാണ്. നാളെ നിരാഹാര സമരം പിൻവലിക്കുമെന്ന് ഔദ്യോഗികമായി സമരസമിതി അറിയിച്ചിട്ടുണ്ട്. 413 ദിവസമാണ് ഇന്ന് കൂടി വരുമ്പോൾ 413-ാം ദിവസമാണിന്ന്. ഈ ദിവസം വരെയും സമരമുണ്ടായിരുന്നു. സമരപന്തലിൽ പള്ളിക്കകത്ത് ഉണ്ടായിരുന്ന സമരപന്തലിൽ സ്ഥിരമായി ഈ 612ഓളം കുടുംബങ്ങളുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഓരോ ദിവസവും അവർ നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പോന്നിരുന്നു. ഏതായാലും ആ സമരത്തിനൊടുവിൽ വിജയം കാണുന്നു എന്നതാണ് അവർ പറയുന്നത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് നേടിയ വിധിയുടെ സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ള ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ ഉറപ്പുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്. റവന്യൂ അവകാശങ്ങൾ ഏതാണ്ട് 250ഓളം പേർക്ക് ഇതിനകം തന്നെ ഭൂമിയിലെ റവന്യൂ പണമടക്കാനടക്കം കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത്തരമൊരു സാഹചര്യം തുടർന്നുകൊണ്ട് പോകാൻ കഴിയുമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഏതായാലും ഹൈക്കോടതിയുടെ അടുത്ത കേസ് പരിഗണിക്കും വരെ നികുതി അടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നികുതി അടക്കുന്നത് തന്നെയും ഹൈക്കോടതി ഉത്തരവുകളുടെ തുടർന്നുള്ള നിയമ നടപടികളുടെയും എല്ലാം സാധ്യതകളുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ കൂടിയും നിലവിൽ സമരം പിൻവലിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം ഇതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സമരസമിതിക്ക് വേണ്ടി പള്ളി സഹവികാരി കൂടി ഇവിടെ അറിയിക്കുകയുണ്ടായി. നാളെ 2:30 നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വരാം. നമ്മളുടെ ഈ നിരാഹാര സമരം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. മന്ത്രി രാജീവും പിന്നെ ഉണ്ണികൃഷ്ണൻ MLA-യും ബാക്കിയുള്ള നേതാക്കന്മാരും എല്ലാവരും സാന്നിധ്യത്തിൽ നമ്മുടെ സമര നേതാക്കന്മാർക്ക് നാരങ്ങാനീര് നൽകി നമ്മൾ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുകയാണ്. ഇത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതുമായിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയത്. എന്നാൽ അതേസമയം തന്നെ ഒരു വിഭാഗം പേര് വീണ്ടും തങ്ങൾ സമരം അവസാനിപ്പിക്കുന്നില്ല. നാളെ പള്ളിക്ക് സമീപം സമരപ്പന്തൽ തുറക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും കിട്ടുക, വഖഫിന്റെ അവകാശത്തിൽ നിന്ന് ഈ ഭൂമിയെ പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിൽ ഏർപ്പെടുകയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പള്ളിക്ക് സമീപം തന്നെ സമരപ്പന്തൽ ആരംഭിച്ചിട്ടുണ്ട്. BJP-യെ അനുകൂലിക്കുന്ന നേരത്തെയും ഈ സമര സമിതിയിൽ ഒരു ഭിന്നതയുണ്ടായിരുന്നാൽ കുറച്ചുപേർ BJP-ക്ക് ഒപ്പം നിൽക്കുകയും എല്ലാം തന്നെ പരസ്യമായിട്ട് നിൽക്കുകയും ചെയ്തു. BJP അനുകൂലിക്കുന്നവരാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോഴുള്ള ഈ സമരം അവസാനിപ്പിക്കൽ അത് നാടകമാണെന്നും അത് തങ്ങൾ സമരം തുടർന്നു കൊണ്ടുപോകുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഒരു 4 പേര് ഈ ഭൂസമരങ്ങളുടെ എന്ന് പറഞ്ഞ ഒരു 4 പേര് ചേർന്നെടുക്കേണ്ട തീരുമാനമല്ല സമരം നിർത്താന്നുള്ളത്. ഇതൊരു 610 കുടുംബങ്ങളുടെ തീരുമാനമാണ്, ഒരു പൊതുയോഗത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. അല്ലാതെ ഇവർക്ക് തോന്നുന്ന പോലെ എടുക്കാനുള്ള തീരുമാനമല്ല. ഞങ്ങളത് കാരണം ഭൂസമരണ സമിതി നാളെ 2 മണിക്ക് സമരം നിർത്തുമ്പോൾ ഞങ്ങൾ ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ആ കാണുന്ന ആ പള്ളിയുടെ തൊട്ട് മുമ്പിൽ പറമ്പിൽ ഞങ്ങൾ പുതിയ ഷെഡ് കെട്ടി കാരണം ഞങ്ങളുടെ അവകാശങ്ങൾ തിരികെ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഏതായാലും അടുത്ത ദിവസം മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി സമരമനുഷ്ഠിക്കുന്നവർക്ക് അവരോട് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് തന്നെ സമരം അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് സർക്കാർ അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. അവരുടെ റവന്യൂ അവകാശങ്ങളിൽ തുടർന്ന് നടക്കുന്ന ഇത്തരം അതിന്റെ മുന്നോട്ട് പോക്കിലെല്ലാം തന്നെ സർക്കാർ ഒരു സഹായം ഉണ്ടാകുമെന്നുള്ള ഉറപ്പും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ നടപടിക്രമങ്ങൾ, നിയമ നടപടികളും മറ്റും എന്താണെന്ന് ഈ അവസരത്തിൽ വിശദീകരിക്കുമെന്നാണ് പൊതുവിലും പ്രതീക്ഷിക്കുന്നത്. എന്നാലും മുനമ്പം സമരം അവസാനിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം സമരം അവസാനിച്ചിട്ടില്ല. തങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിനു കൂടി നാളെ തുടക്കമിടുന്നു എന്നതാണ് പ്രത്യേകത. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി.